കേട്ടറ്റുമായി ബന്ധപ്പെട്ട പലതരത്തിലുള്ള ആശങ്കകൾ നമുക്കിടയിലൊക്കെ നിലനിൽക്കുന്നുണ്ട്. അവയ്ക്കൊക്കെ ഒരു ചെറിയൊരു പരിഹാരം എന്ന രീതിയിൽ ഇന്ന് സർക്കാരിൻ്റെ പുതിയൊരു ഉത്തരവ് ഇറങ്ങിയിട്ടുണ്ട്. ആ ഉത്തരവിൻ്റെ പ്രധാനപ്പെട്ട വ്യവസ്ഥകളിലേക്കാണ് ഈ ഒരു ഷോർട്ട് വീഡിയോ ശ്രദ്ധ കൊടുക്കുന്നത്. രണ്ട് കാര്യങ്ങൾ പ്രധാനമായിട്ടും ഇതിൽ ഒരാശ്വാസത്തിനിട നൽകുന്ന രീതിയിലുണ്ട്. അതെന്താണെന്ന് നമുക്ക് ഈ വീഡിയോയുടെ അവസാനം സൂചിപ്പിക്കാം. ഏറ്റവും ആദ്യമായിട്ട് എന്തൊക്കെ തരത്തിലുള്ള വ്യവസ്ഥകളാണ് കൊണ്ടുവന്നിട്ടുള്ളത്, നിലവിലുള്ള പഴയ വ്യവസ്ഥകളിൽ ഏതൊക്കെയാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്, ഏതൊക്കെ പ്രധാനപ്പെട്ട വ്യവസ്ഥയ്ക്കാണ് മാറ്റം വന്നിട്ടുള്ളത് എന്നുള്ളതാണ് ഇവിടെ നമ്മൾ ഈ വീഡിയോയിൽ ആദ്യം നോക്കുന്നത്. ഏറ്റവും ആദ്യമായിട്ട് പറയുകയാണെങ്കിൽ കേട്ടറ്റ് കാറ്റഗറി 1, 2 എന്നീ 2 എക്സാമുകളിൽ ഏതെങ്കിലും ഒന്ന് നേടിയവരെ LP UP വിഭാഗങ്ങളിലേക്ക് യോഗ്യത നേടിയവരായിട്ട് പരിഗണിക്കാമെന്ന പഴയ വ്യവസ്ഥ അതേപടി തന്നെ തുടരാമെന്ന് പറയുന്നു. എന്നാൽ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കാറ്റഗറി 3 യോഗ്യത നേടിയവരെ ഹൈസ്കൂൾ വിഭാഗത്തിലേക്ക് മാത്രമേ പരിഗണിക്കാവൂ എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ കാറ്റഗറി 3 കിട്ടിയിട്ട് LP UP വിഭാഗങ്ങളിൽ പഠിപ്പിക്കുന്നവർക്ക് കാറ്റഗറി 1 2 നേടേണ്ടി വരും എന്നുള്ളത് ഇവിടെ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാവുന്നതാണ്. ഇനി രണ്ടാമത്തെ വ്യവസ്ഥയിലേക്ക് നോക്കുകയാണെങ്കിൽ, ഭാഷാ അധ്യാപകർക്ക് അല്ലെങ്കിൽ ഭാഷാ അധ്യാപകരാവാൻ ശ്രമിക്കുന്നവർക്കുള്ള ഒരു വ്യവസ്ഥയാണ്. കാറ്റഗറി 3 നേടിയവർക്ക് കാറ്റഗറി 4 ആവശ്യമില്ല എന്നുള്ള നിലവിലെ വ്യവസ്ഥ അത് അതേപടി തന്നെ തുടരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത്, കേട്ടറ്റിൻ്റെ നോട്ടിഫിക്കേഷനിലുള്ള ഏറ്റവും വലിയൊരു മാറ്റമാണ് ഇനി പറയാൻ പോകുന്നത്. സെറ്റ്, നെറ്റ്, MPhil, MD, PhD തുടങ്ങിയിട്ടുള്ളവ നേടിയവരെ ഇതുവരെ കേട്ടറ്റിൻ്റെ കാറ്റഗറി 1 മുതൽ 4 വരെയുള്ള ഭാഗങ്ങളിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു. എന്നാൽ അത് റദ്ദ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാറ്റമായിട്ട് പറയുന്നത്. അതായത് ഇതിനോടകം സെറ്റ്, നെറ്റ്, MPhil, PhD, MD തുടങ്ങിയവയൊക്കെ നേടിയിട്ട് സർവീസിൽ പ്രവേശിച്ചിട്ടുള്ളവർക്ക് ഇനി മുതൽ കേട്ടറ്റ് എഴുതി നേടിയേ പറ്റുള്ളൂ എന്നുള്ളതാണ് ഇതിൽ നിന്നും വ്യക്തമാകുന്നത്. നിലവിൽ കേട്ടറ്റ് കാറ്റഗറി 3 യോഗ്യതയോടുകൂടി സർവീസിൽ പ്രവേശിച്ചിട്ടുള്ളവർക്ക് മാത്രമേ ഇനി അങ്ങോട്ട് സ്ഥാനക്കയറ്റത്തിനോ അല്ലെങ്കിൽ സെക്കൻഡറി ജൂനിയർ തസ്തികകളിലേക്കുള്ള ബൈ ട്രാൻസ്ഫർ നിയമനങ്ങൾക്കോ പരിഗണിച്ചാൽ മതി എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട വ്യവസ്ഥ. അതായത് നിലവിൽ സർവീസിൽ പ്രവേശിച്ചിട്ടുള്ളവർക്ക് കേട്ടറ്റ് 3 ഹൈസ്കൂളിൽ കേട്ടറ്റ് 3 കിട്ടിയിട്ടുണ്ടെങ്കിൽ മാത്രമേ അവർക്ക് പ്രധാന അധ്യാപകനായിട്ടോ അതല്ലെങ്കിൽ ഹയർ സെക്കൻഡറി ജൂനിയർ ആയിട്ടോ ഉള്ള പ്രൊമോഷൻ കിട്ടുവാൻ യോഗ്യതയുള്ളൂ എന്നുള്ളതാണ് ഇവിടെ നിന്നും മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇനി കേട്ടറ്റിനെ ഇപ്പോൾ തന്നെയുള്ള ഒന്നാണ് CTET എന്നുള്ളത് അറിയാം. CTETലെ പ്രൈമറി സ്റ്റേജ് യോഗ്യത നേടിയിട്ടുള്ളവരെ കേട്ടറ്റ് കാറ്റഗറിയിൽ നിന്നും അതുപോലെ എലിമെൻ്ററി സ്റ്റേജ് യോഗ്യത നേടിയവരെ കേട്ടറ്റ് കാറ്റഗറി 2 നിന്നും ഒഴിവാക്കാമെന്ന പഴയ നിർദ്ദേശം അതുപോലെ തന്നെ തുടരുന്നുണ്ട്. അതായത് CTET നേടിയവരിൽ ആരെങ്കിലും ഹൈസ്കൂൾ തലത്തിൽ സർവീസിൽ തുടരുന്നുണ്ടെങ്കിൽ അവർ കേട്ടറ്റ് 3 നേടണം എന്നുള്ളതാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്. ഇനി ബൈ ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ടിട്ടുള്ള 2 കാര്യങ്ങളാണ് പ്രധാനമായിട്ട് നോക്കാനുള്ളത്. അതിലൊന്ന് എന്ന് പറയുന്നത്, HSTയിലേക്കോ UPSTയിലേക്കോ LPSTയിലേക്കോ ബൈ ട്രാൻസ്ഫർ പ്രമോഷന് പരിഗണിക്കേണ്ടത് അതേ കാറ്റഗറിയിൽ ഉൾപ്പെടുന്ന കേട്ടറ്റ് യോഗ്യത ഉള്ളവരെ മാത്രമായിരിക്കണം എന്നുള്ളതാണ്. മറ്റൊന്ന്, ഹയർ സെക്കൻഡറി തസ്തികയിലേക്കുള്ള ബൈ ട്രാൻസ്ഫർ നൽകേണ്ടതും ഇതേ തരത്തിൽ തന്നെ കേട്ടറ്റ് യോഗ്യത നേടിയിട്ടുള്ളവർക്കായിരിക്കണം എന്നുള്ളതാണ്. എന്നാൽ HSST ജൂനിയർ അഥവാ ഹയർ സെക്കൻഡറി ജൂനിയർ തസ്തികയിലേക്ക് യോഗ്യത നേടിയ ഹയർ സെക്കൻഡറി വിഭാഗത്തിലെ അനധ്യാപകരെ, ലാബ് അസിസ്റ്റൻ്റ്, മിനിസ്റ്റീരിയൽ സ്റ്റാഫ് തുടങ്ങിയിട്ടുള്ള അനധ്യാപകരെ ബൈ ട്രാൻസ്ഫർ വഴി പ്രൊമോഷൻ നൽകുന്നതിന് നിലവിലുള്ള രീതി തന്നെ തുടരാം എന്നുള്ളതാണ് പറയുന്നത്. അതിന് പുതിയ കേട്ടറ്റ് ബാധകമാക്കുന്ന ആ ഒരു നിയമം ബാധകമല്ല എന്നുള്ളതാണ് അവിടെ മനസ്സിലാക്കുന്നത്.
ഇതിൽ ഏറ്റവും നമ്മൾ ശ്രദ്ധിക്കേണ്ട 2 കാര്യങ്ങളെന്ന് ഞാൻ പറഞ്ഞത് ഇനി പറയാം. അതിലൊന്ന് എന്ന് പറയുന്നത് ഇതിൻ്റെ ഏറ്റവും അവസാനം കൊടുത്തിട്ടുള്ളതാണ്. നമ്മളിപ്പോൾ ഇത്രയും പറഞ്ഞിട്ടുള്ള എല്ലാ വ്യവസ്ഥകളും സുപ്രീം കോടതിയിൽ സർക്കാർ ഫയൽ ചെയ്യാൻ പോകുന്ന റിവ്യൂ ഹർജിയുടെ അന്തിമ തീരുമാനത്തിന് വിധേയമായിരിക്കും എന്നുള്ളതാണ്. അതായത് സർക്കാർ സുപ്രീം കോടതിയിൽ ഒരു റിവ്യൂ പോകുന്നുണ്ട് എന്നും അതിൻ്റെ തീരുമാനങ്ങൾ വരുന്നതിനനുസരിച്ച് ഇതിൻ്റെ വ്യവസ്ഥകളിൽ മാറ്റങ്ങൾ ഉണ്ടാകാം എന്നുള്ളതാണ് അവിടെ പറയുന്നത്. ഇത് നിലവിൽ തസ്തികയിൽ പ്രവേശിച്ചിട്ടുള്ള ജോലിയിൽ പ്രവേശിച്ചിട്ടുള്ള വ്യക്തികളെ സംബന്ധിച്ച് ഒരാശ്വാസത്തിനുള്ള ഒരു വകയാണ് എന്നുള്ളതാണ്. മറ്റൊന്ന്, ഈ ഒരു ഉത്തരവിലെവിടെയും കേട്ടറ്റ് യോഗ്യത നേടിയിട്ടില്ലെങ്കിൽ അത് സർവീസിനെ ഗുരുതരമായി ബാധിക്കുമെന്നുള്ള രീതിയിൽ പറയുന്നില്ല. പ്രധാനമായിട്ടും ബാധിക്കുന്നത് പ്രൊമോഷൻ സാധ്യതകളെയാണ് എന്ന് മാത്രമാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത് എന്നുള്ളതും ഒരു ആശ്വാസത്തിന് വക നൽകുന്ന കാര്യമാണ്. എന്തുതന്നെയായാലും എത്രയും പെട്ടെന്ന് അത്തരം പരീക്ഷകൾ എഴുതി നേടുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ കേട്ടിട്ട് അപേക്ഷാ തീയതി നീട്ടിവെച്ചിട്ടുണ്ട്. നമ്മുടെ ചാനൽ അത് നീട്ടിയ അതേ ദിവസം തന്നെ വാർത്തയായിട്ട് നൽകിയിട്ടുണ്ടായിരുന്നു, ചെറിയ റീലായിട്ട് നൽകിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനിയും അപേക്ഷിക്കാത്തവർ, പ്രത്യേകിച്ച് കേട്ടറ്റ് 3 ലഭിച്ച് LP UP തസ്തികകളിൽ ജോലി ചെയ്യുന്ന സുഹൃത്തുക്കൾ എത്രയും പെട്ടെന്ന് തന്നെ കേട്ടറ്റിന് അപ്ലൈ ചെയ്യാൻ നോക്കുക എന്നുള്ളത് കൂടിയാണ് ഇവിടെ പറയുന്നത്. എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. നന്ദി.